ആ ആ വർഷങ്ങൾക്ക് മുമ്പ് ടിക്കറ്റ് എടുക്കാൻ കയറുന്നില്ല ഇങ്ങനെ. അതെ, കോയമ്പത്തൂർ ഇതാണ് അവസ്ഥ. ധീരെ ധീരെ കുഴപ്പമില്ല. ചെറുകര കണ്ടുപിടിക്കട്ടെ. അജയോ ചെറുക്ക ഇതിൻ്റെ അകത്താണ് കയറിയത്. നന്നായി അവ ഇടിക്കും. ചെറുക്കനെ വയ്ക്കാറ് ഇതിൽ കൊണ്ടുപോകും. അതാ അത് ഇറങ്ങില്ല കേട്ടോ, അത് ഇറങ്ങിയില്ല. ഇതിൻ്റെ അകത്തുണ്ടായിരുന്നു. ചെറുക്കൻ പെട്ട്. ഹലോ, എവിടെ നീ എവിടേക്കുന്നേ? നീ എന്താ കൈ പൊക്കിയേ? ആ കണ്ടു. മുമ്പേ ഇറങ്ങി. ആ കണ്ടുപിടിച്ച് ഞാൻ വിചാരിച്ചേ അവിടെ അമുക്കി കയറ്റിയെന്ന്. നിന്നെ ഞാൻ എ സിക്കകത്തൊക്കെ പോയി. എ സി കയറിയാ ഭാഗ്യവാനെ. എടാ അവരെ തൃശ്ശൂർ ഇറങ്ങിയാ? ഇറങ്ങിയില്ലേ? പുള്ളി ഫിലിമിന് വർക്ക് ചെയ്യുന്നതാണ്. ഏത് പടമാണെന്നും പുള്ളിക്ക് അറിയാൻ വയ്യ. ആർട്ടിലെ ഇത് മലയാളി വണ്ടിയല്ല. തൃശ്ശൂർ എന്ന് പറഞ്ഞാണ് ഈ ബാഗ് എടുത്ത് ഞാൻ ബാക്കി ഞാൻ ഇതെടുക്കാൻ വേണ്ടി സെൻറ്ററിൽ വന്നു. ഇവന്മാരൊക്കെ അവിടെ ഇരിക്കുമോ ഭായിമാര്. ഇവന്മാരെടുത്ത ഉടോ ഭായി ശേഷം ആകെയെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് വന്ന് ഞാൻ എന്നിട്ട് ഈ ബാഗ് എടുത്ത് കൈ പിടിച്ച് ഇങ്ങനെ നിൽക്കുക. മണിക്കൂറുണ്ട് തൃശ്ശൂർ അപ്പം തൃശ്ശൂർ ഇറങ്ങണ്ട. അപ്പം ഒരു മലയാളി ചേട്ടൻ ചേച്ചി കൊണ്ടിരുന്ന വണ്ടിക്കകത്ത്. അപ്പം ഞാൻ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് സഹിക്കാൻ വയ്യ, അവർക്ക് ഇറങ്ങണം. അവർ സെറ്റ് ചെയ്ത് ഇറങ്ങണം എന്നുള്ളത്. അങ്ങനെ അവർ തൃശ്ശൂർ ആയപ്പോഴത്തേക്കും അങ്ങോട്ട് പോയപ്പോൾ അവിടെ വഴിയില്ല. ഇങ്ങോട്ട് പോയപ്പോൾ എല്ലാം ഇരുന്നുറങ്ങുന്നത്. അവസാനം ഇവരെ പുറത്താക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് പോകണം. അങ്ങനെ ഞാൻ ഈ ബാഗിൻ്റെ ആയിരിക്കില്ലേ ഇതും ചുമന്ന് ഇവരെ കൊണ്ട് പുറത്താക്കി. അപ്പം ഞാൻ പുറത്തായി. ഞാൻ പിന്നെ എ സി പോയി കയറി. നേരെ അങ്ങനെ എടുത്തോട്ട് നിന്ന് ടീച്ചർ എടുത്തോട്ട് നിന്ന് എൻ്റെ കാര്യം പറഞ്ഞു. പാലക്കാട് വരെയുള്ള പറഞ്ഞു. ഓ ഭാഗ്യവാനേ. ഓ തൃശ്ശൂർ പാലക്കാട്. പിന്നെ അവിടെ നിന്ന് കുറച്ചല്ലേ ഉള്ളു. ഭാഗ്യവാൻ. അവ എ സി കയറി വന്ന് പാലക്കാട് വരെ എ സി ഇരുത്തിയവരെ. ബസ്സിൽ വന്നാലും ഇതിന് വരല്ലേ? എന്റെ മോനെ പൊളി. സുഹൃത്തുക്കളെ, ഇതാണ് കോയമ്പത്തൂർ. ഓട്ടോ കിട്ടൂല. നാന്ത് ഈ ഒരു ട്രെയിനിൽ വരുന്നവരെ മാത്രമേ കൊണ്ടുപോകണുള്ളൂ. ടിക്കറ്റ് കൗണ്ടർ തെരിയാ തന്നെ ഫസ്റ്റ് ടൈം. എപ്പടിയാവത് പുറത്തിറങ്ങ പാക്ക്. ഉനക്ക് ടിക്കറ്റ് കൗണ്ടർ തെരിയുമാടാ? അങ്ങോട്ട് ഇത് വെളിയിൽ പോണ വഴിയാണ് അണ്ണാ. സാമി ഇത് എക്സിറ്റ്. എക്സിറ്റ്
അത് അങ്ങ് ഏതാவது ഇനി ഇവിടെ ചെല്ലപ്പോ ഇവിടെ ഇനി ടിക്കറ്റ് കൊണ്ടിരിക്കുമെന്തോ സാമാരെ പറഞ്ഞ് വഴിയേറ്റി വിട്ടാ എന്തോ. ഏയ് ഡാ ഇവിടെ എടാ ടിക്കറ്റ് കൗണ്ടർ അവിടെ ടൈമൊക്കെ കൊടുത്തേക്കുന്നു. ഏയ് അങ്ങനെ വരാൻ വഴിയില്ല. എക്സിറ്റ് വഴിയാണ് എൻട്രൻസ് ഉള്ളത്. എക്സിറ്റ് വഴിയാണ് എൻട്രൻസ് ഉള്ളത്. അയ്യോ എക്സിറ്റ് എൻട്രൻസും അടുത്തടുത്താണെന്ന് അറിഞ്ഞൂടെ മനുഷ്യൻ ഇത്രയും വർഷമായിട്ട്. ഇല്ല എക്സിറ്റിന്റെ ആ ഇപ്പൊ ഇവിടെ വന്നിട്ട് അറിയാവുന്ന കണക്ക് ഇനി വിളിക്കാം. ആ സമീ വാ അവര് സ്റ്റെപ്പ് കയറി പോയാ വാ പെട്ടെന്ന് പോവാ. അയ്യോ ഇവിടെ സ്പീഡ് വിട്ട് പാവൻ 2 സാമിയാരെ സ്റ്റെപ്പ് കയറ്റി വിട്ടു ഞാൻ. ഇതല്ല അവരിപ്പോ വരും. ഇതിപ്പോ നമ്മളിപ്പോ ഇവിടെ വന്നു ചുരുളിയോ ഇവിടെ അല്ല, ഇത് വേറെ ഏതോ സ്ഥലം. നമ്മൾ വന്നത് അപ്പുറത്തൂടെ കണ്ട. ഇതെന്താ ഒറ്റപ്പാളം? പുള്ളിക്കാരനെ ഈ സാധനം കൈ തട്ടിയിട്ടേ ചുരുട്ടുന്നു ചുരുട്ടി കയ്യിലെടുത്ത് എന്നെ നോക്കിയിട്ട് വേണത് കുറച്ച് മേടിക്കാന്നത് നല്ലതാ. ഇവിടെ കണ്ട ഒറ്റപ്പാളം. ഒന്ന് കട്ട് ചെയ്യൂ. ഇല്ല വാങ്ങിച്ചല്ല, വേറെ കാര്യം പറയട്ടെ. വിശക്കണ്. ടൈം എത്രയാടാ? 4:41. ഉറങ്ങാനുള്ള ടൈം കിട്ടുമോ എന്നറിയത്തില്ല. എടാ നമുക്ക് പോലുള്ള സ്ഥലം അറിയാവോ? ഗുരുനഗർ എന്തേര് എക്സിറ്റ്. അപ്പം ഈ എക്സിറ്റാണ് നമ്മുടെ മെയിൻ എക്സിറ്റ്. ഓക്കേ ഇത് ഇവിടുത്തെ ടൂറിസ്റ്റ് പ്ലേസും കണ്ട. ഓ യാ சொல்லுங்கண்ணே சொல்லுங்க. ഇവിടുന്ന് 10 മിനിറ്റ് എന്താ പോകാനുള്ള ദൂരമുള്ളൂ. 10 മിനിറ്റ് നടന്നു പോകാനുള്ള ദൂരമുള്ള 3 കിലോമീറ്ററാ 10 മിനിറ്റ്. ഇതാടാ ഫ്രണ്ട്. ഓ എനിക്ക് വിശക്കണോടാ, നമുക്കെല്ലാം കഴിക്കാം. എന്താ കണ്ടേ? 1 കിലോമീറ്റേഴ്സോളം മല. ഈ രാത്രിയോ? രാത്രിയോ പൊളി. കിലോമീറ്ററുകളോളം ഇവിടെ കേറുമ്പോ, പാലക്കാട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കേറുമ്പോ. എടാ ഇവിടെ ഒരു ഇഞ്ചി മറ്റേ ഊട്ടിയിൽ ഇഞ്ചി വെച്ചേക്കുന്നടാ. അതെ ടോയ് ട്രെയിനിൽ ഇഞ്ചി കിലോമീറ്ററുകൾ. കിലോമീറ്ററുള്ള മുട്ടം മലകൾ മേഘച്ച് തട്ടിയിരിക്കുന്നു. നമ്മൾ തിരിച്ചു പോകുമ്പോൾ പകല് പോയാൽ മതി കേട്ടോ. ഓ യാ എന്നില്ല ഇതിന്റെ ഒരു ഫോട്ടോ എടുക്കാം നമുക്ക്. ഞാൻ അവിടെ ഇറങ്ങി. നിന്റെ ഫ്രണ്ട് എന്തോന്ന് നാദിയ മുതൽ വീഡിയോ എടുക്കണം. നദിയ മൊയ്തും അല്ല, ടോയ് ട്രെയിനടാ അതിൻ്റെ എൻജിൻ. നമ്മളൊരു 3 വടയും 3 കോഫിയും കഴിച്ച് ഇനി നമ്മൾ എങ്ങനെ ഓട്ടോ പിടിക്കുമല്ലോ. ഇനി ഓട്ടോ പിടിച്ച് നേരെ റൂമിലോട്ട് പോവുകയാണേ. ഈ ആട്ടെ കയറാം അണ്ണേ. മഴ നല്ല കയറ്റി 150 രൂപയൊക്കെ വാങ്ങി. 250 രൂപ വാങ്ങി 3 കിലോമീറ്റർ. നമ്മളവിടെ തന്നെ 250 രൂപ. ഇതിനകത്ത് 76 രൂപ. ഒരു പണി കിട്ടി. മഴ പെയ്യുന്ന കേട്ടാ, വണ്ടി കിട്ടിയില്ല. ഓ നമ്മൾ എന്തായാലും ഏതെങ്കിലും ഒരു സൈഡിലോട്ട് കയറി നിൽക്കാം. ഇപ്പോൾ സമയം 5 മണി. കോയമ്പത്തൂർ ജംഗ്ഷനിൽ നട റോഡിലൂടെ മഴയും നനഞ്ഞു വരുന്നില്ല അണ്ണാ പയ്ക്കോ. അതും പട്ടാപ്പകൽ സൂര്യൻ ഉദിച്ചു വരുന്ന ടൈമിൽ. ഇത് ബോബി ചമ്മണ്ണൂര് ബോച്ചെ ഫുഡ് എക്സ്പ്രസ്. സുഹൃത്തുക്കളെ, നമ്മുടെ ഓരോ ഓട്ടവും ഇവിടത്തെ ഒരു ഊബർ ഓട്ടോക്കാരും എടുക്കുന്നില്ല. അല്ല, അവരുടെ ഡിമാൻഡ് നമുക്ക് അൻവറിന് അംഗീകൃതമല്ല.
അവര് ഡിമാൻഡ് വയ്ക്കുകയാണ്. ആ അത് എത്ര നേരം നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്തെന്നറിയാമോ? 250 മീറ്റർ അവന്മാർ അനങ്ങാതെ നിന്ന്. അന്നേരം പിന്നെ അത് ക്യാൻസൽ ചെയ്യാന്ന് വിചാരിച്ചു. പുതിയ ആളുകൾ വിളിക്കാം. വേറെ നോക്കണം കേട്ടോ. 30 രൂപ കൂടുതലാണോ? അതെ, നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ നമ്മൾ അത്രയും ടൈം വേസ്റ്റ് ചെയ്തു. നമ്മുടെ കൊല്ലംകാർ സ്വഭാവം ഇവിടെ. അതെ അതെ അതെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഓട്ടോയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് കോയമ്പത്തൂർ കോപ്പർ ജംഗ്ഷൻ. നമ്മൾ ലോഡ്ജിലെത്തി കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇനി എന്തിനാണ് പരിപാടി എന്നുള്ളത് ഇനി ബാക്കിയുള്ള ആളുകളെയൊക്കെ വിളിക്കട്ടെ, എന്നിട്ട് നോക്കാം. ആദ്യം അവരെ പോയി തട്ടി വിളിക്കാം, രാവിലെ വായിരിക്കുന്ന കേൾക്കാം. ഇതെത്ര? 314. ഇത് 200 അല്ലേ? 300 മേലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ റൂമില്ല. മൂഞ്ചി വെൽക്കം ഹോം. ഒന്നും കക്കാനില്ലല്ലേ? ചെമ്പ് കമ്പി ഫോട്ടോ കണ്ടതല്ല കേട്ടോ, ചുമ്മാ. കോയമ്പത്തൂടാ പിന്നെ മായാണ്ടീസ് ഇപ്പൊ അല്ലടാ. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റൂമാണ് കേട്ടോ. കിടന്ന കിടപ്പി വാവ് വിളിക്കാം. അതുപോലെ ഓക്കെ. അപ്പോൾ ഉറങ്ങാൻ ഒന്ന് നല്ലപോലെ കിടന്നൊന്ന് ഉറങ്ങട്ടെ. എന്നിട്ട് എന്തിനാണെന്നുള്ളതെന്ന് അറിഞ്ഞൂടാ. പെട്ടെന്ന് ബാക്കിയുള്ള പരിപാടികൾ നോക്കണം. അത് കിടന്ന് ഉറങ്ങുമല്ലേ? നിങ്ങൾ എന്താണ് വന്ന് കിടന്ന് കുറച്ച് ഉറങ്ങാന്ന് വിചാരിച്ചാൽ സമ്മതിക്കൂല. ആ പറയൂ. അല്ല ഞാൻ പറയാം എന്താ പറയണ്ടേ? എന്തേലും എനിക്കത് മ്യൂട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഞാൻ മ്യൂട്ട് ചെയ്യും. വണ്ടി ഇറങ്ങിയിട്ടേ ഒരു ഹോട്ടലുണ്ട്, ഷവായി കിട്ടാൻ നോക്കാം. ഇല്ല, അപ്പുറത്ത് മറ്റേ ഇതുണ്ട്, നേരല്ല ഹോട്ടലില് അപ്പുറത്തെ സൈഡിൽ ഏതോ വേറെ ഹോട്ടലുണ്ട്. അവിടെ ബിരിയാണി. അവിടെ തന്നെ അവിടെ കേറിയാ അവിടെ രാവിലെ 5:30 ഇരിക്കണ ബിരിയാണി. 5:30 അതാ നിങ്ങളുടെ റൂമാ? ഇത് നമ്മുടെ ചേട്ടന്മാരാണ്. ക്ഷമിച്ചേട്ടൻ്റെ ബാസി. ഓക്കെ, ഫുഡ് എപ്പോ എവിടെയാ? പുറത്തുനിന്നാണോ? പുറത്തുനിന്നാണ്. ഇഡലി വട, ഇഡലി ഗർഭ, വട ഗർഭ. നമുക്ക് ഫുഡ് വന്നിട്ട് പുറത്തുനിന്നാണേ. നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പുറത്തോട്ട് പോയാണ്. ബാക്കിയുള്ളവരെല്ലാം താഴോട്ട് പോയി കേട്ടോ. നമ്മൾ കുറച്ച് പേരുള്ളൂ. എല്ലാവരും ഇവിടെ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. റെസിഡൻസി എവിടെ പോകാൻ കഴിക്കാൻ? ഇവിടെ ഒരു ഹോട്ടൽ ഉണ്ടെന്നാണ്. രാവിലെ പോയി കഴിച്ചു. അയ്യോ അയ്യോ, നമുക്ക് തെരുവോരങ്ങളിലൂടെ നടന്നു പോകാം കഴിക്കാനായി. എന്താണ് വന്നല്ലേ? ഞാൻ ഒഴിച്ചൊഴിച്ച് പോണ്. അതെ, അപ്പൊ നമ്മൾ ഹോട്ടൽ കണ്ടുപിടിക്കട്ടെ സുഹൃത്തുക്കളെ. എല്ലാവരും തെരുവീതികളിലൂടെ മിക്ക റൂട്ട് അങ്ങനെ പോവുകയാണ്.
ഇവിടെ വന്നാലും എനിക്ക് കണ്ടന്റ് കിട്ടും. ആ പറയൂ. നിനക്ക് എന്തിന്റെ കഴപ്പാണ് ശരി? എനിക്ക് ഫസ്റ്റ് അത് പറയാം. നിനക്ക് ഉളുപ്പുണ്ടോ? ഉളുപ്പില്ലാത്തവർക്ക് ഇത് സംഭവം ഈ പരിപാടി ചെയ്യാൻ പറ്റും. ഉളുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഇത്തിരി പാടായിരിക്കും. പിന്നെ ഹൗസ് ഗോയിങ് ഓൺ യുവർ ലൈഫ്? ബഹുത്ത് അച്ഛാ ഹേ, നല്ല രീതിക്ക് പോകണം. ഗുഡ് ഗുഡ്. അങ്ങനെ ഓക്കെ. വാവ്, നമ്മളെ ഫുഡ് കഴിക്കാം. ഹോട്ടലിൽ എത്തിയിരിക്കണം സുഹൃത്തുക്കളെ. പറയുമ്പോൾ വാഴ വീലെങ്കിലും കൈ കഴുകുക. മുറുകായ ജലം അമൂല്യ വേണോടെ. ഓക്കെ. ഓ ഓക്കെ, ഇവിടെ ഇരിക്കാം. ക്യാമറ ഓണാക്കി ഇവിടെ കൊണ്ടുവച്ചില്ലെങ്കിൽ നാളെ കേടാം. എന്നാ ഇടണ, അതൊന്നും കുഴപ്പമില്ലെന്നാ. പിന്നെ ഇത് വേണ്ട. കൊള്ളാം. ബൈ. ഇഡലി കറുപ്പ, വട കറുപ്പ, ദോശ കറുപ്പ. എന്താ പൊറോട്ട കിട്ടിയില്ലേ? പൊറോട്ട. ഓ ഇവൻ പൊറോട്ട കഴിക്കാൻ, ഇവൻ പൊറോട്ട എന്ന് പറയുമ്പോഴേ എനിക്ക് തലാറങ്ങി. ചവയ നല്ലതാ. എന്തിനാ പറഞ്ഞത്? ചായ കുടിക്കാൻ പോവാണ് സുഹൃത്തുക്കളെ. എനിക്ക് വേണ്ട ചായ. നിനക്ക് വേണോ ചായ? ചായ ചായ എനിക്ക് ചായ വേണ്ട. ഞാനേ ഒരു ഹെഡ്സെറ്റ് കിട്ടോ നോക്കട്ടെ. ചില ആളുകൾക്ക് മാത്രമേ. ഞാനൊരു തീരുമാനം പറയട്ടെ. ഞാൻ റൂമിലോട്ട് പോട്ടെ. ആ പേരിൽ തന്നെ ഒരു അർത്ഥം. എനിക്ക് വയറ് വല്ലാതെ എന്തോ ഒന്നുമില്ല. അനക്കൊന്നും സംഭവിക്കില്ലടാ. അനക്കൊന്നും സംഭവിക്കില്ല. അല്ല, അവന്റെ ക്യാമറയിലുണ്ട്. ഞാൻ റൂമിലോട്ട് പോകണം കേട്ടോ. അവര് ചായ കുടിക്കുന്നുണ്ട്. ചായ എനിക്ക് ഫുഡിൻ്റെ കൂടെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് സെപ്പറേറ്റ് ചായ കുടിക്കാൻ വരുന്നില്ല. അപ്പോൾ എനിക്ക് പോയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. വീഡിയോ അവിടുത്തെ വൈഫൈ കണക്ഷൻ കിട്ടുമെന്ന് നോക്കണം. വൈഫൈ ഉണ്ടെങ്കിൽ വൈഫൈ കണക്ഷൻ കിട്ടുമെന്ന് നോക്കണം. അല്ലാതെ മൊബൈൽ ഇൻ്റർനെറ്റിലാണെങ്കിൽ ഇന്നും നാളെയൊന്നും വീഡിയോ അപ്ലോഡായി തീരില്ല. എനിക്കും ആഗ്രഹമുണ്ട് ഡെയിലി വീഡിയോ ഇടാനായിട്ട്. പക്ഷേ ഓരോ അതുകൊണ്ടാണ് പറ്റാത്തത്. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കും ഡെയിലി വീഡിയോസ് ഇടാൻ. ഓക്കെ. ഓ കഴിച്ചിട്ട് വന്നിട്ട് വേറെ ഒരു പരിപാടി ഇല്ലായിരുന്നു കേട്ടോ. നല്ലപോലെ കിടന്നുറങ്ങി. നല്ല ഉറക്കം ഉറങ്ങി എന്ന് പറഞ്ഞാൽ ട്രെയിനിലിരുന്നിട്ട് ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അത്രയും ഞെരുക്കായിരുന്നു. ഇപ്പോൾ നല്ല രീതിക്ക് കിടന്നുറങ്ങിയതാണ്. നമുക്കിപ്പോൾ ഉച്ചക്കുള്ള ഫുഡ് വന്നിട്ടാ. ഇപ്പോൾ പറയും നമ്മൾ രാവിലെ ഫുഡ് കഴിച്ച് വേറെ പിന്നെ അടുത്ത വീണ്ടും ഫുഡ് കഴിക്കാൻ വേണം. പിന്നെ അത് തന്നെയാണ്. വേറെ ഇടയ്ക്ക് വേറെ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കിടന്ന് ഉറങ്ങുമായിരുന്നു. വേറെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതാണ് വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടി നമുക്ക് ഇതുവരെ ഒരു വിവരം ലഭിച്ചിട്ടില്ല. ചിലപ്പോൾ കഴിച്ചുകൊണ്ട് എനിക്കിപ്പോൾ അറിയാൻ കഴിയും. എന്താണെന്ന് വെച്ചാൽ നോക്കാം. പോവാം, ഫുഡ് കഴിക്കാൻ പോവാം. ഓക്കെ അല്ലേ? ഓക്കെ, പോവാം.
ഇവിടെയാണ് നമുക്ക് ആഹാരം വഞ്ചിര മീൻ. ഓ ചമ്പാർ ചമ്പാർ ചമ്പാർ. വായോ ചേച്ചി. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഫോണാണോ ചേച്ചി? ആ എടി മറ്റേ വോളിയം കുറയ്ക്കാൻ ബട്ടണില്ലേ, അതും പവർ ബട്ടണും കൂടെ ഒരു 3 സെക്കൻഡ് ഞെക്കി പിടിച്ചു ഒന്ന് ഒന്നിച്ച്. അപ്പൊ ഇതാണ് നമ്മുടെ ഉച്ചഭക്ഷണം. ചോറെന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തിനരിയുണ്ട് ഇത്, മറ്റേ ബിരിയാണി റൈസ് പോലത്തെ അത്, പിന്നെ ഒരു തരം അവിയൽ പോലത്തെ ഒരു തരം ഞാൻ അതിൽ കഴിക്കുന്നുണ്ട്, കൊള്ളാം കേട്ടോ അത്. പിന്നെ തോരനുണ്ട്. ഞാൻ സാമ്പാർ എടുത്തില്ല ഏട്ടാ, എനിക്ക് സാമ്പാർ ശരിയാവത്തില്ല. പിന്നെ മീൻകറി, രസം, പൊരിച്ചമീൻ. അപ്പം ഇതാണ് നമ്മൾ ഉച്ചഭക്ഷണം. ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ കഴിച്ചിട്ട് റെഡി ആയിട്ടിരിക്കുക, എപ്പോൾ വേണമെങ്കിലും നമുക്ക് വെളി വരാം പ്രാക്ടീസിന് പോകാൻ. അപ്പോൾ നമ്മളിത് കഴിച്ചിട്ട് റെഡി ആയിട്ടിരിക്കാം. ഓക്കെ. സെറ്റ്. എവിടെയാണ് അല്ല പ്രാക്ടീസ്? മുടിയൊക്കെ വെട്ടി ചുത്തരല്ലേ? എന്റെ റോള് തട്ടിയെടുക്കാനല്ലേ? എനിക്കറിയാം, എനിക്കറിയാം. സുന്ദര കുട്ടപ്പനായിട്ട് ഞാൻ ചെയ്യാം. അല്ലല്ല ഞാന് പരിപാടി പറഞ്ഞിട്ട് സമയത്തിന് ഉസ്മാനെ ഷേവ് ഇറക്കല്ലേ? ഉസ്മാനെ ഷേവ് ചെയ്ത് ഹുസൈനെ ഇറക്കല്ലേ? ഇല്ലാതില്ല. നമ്മൾ ട്രെയിനിങ് ഇറങ്ങുവാണ് കേട്ടോ. ബാക്കി ടീമുകളൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഏതോ ഒരു ജിമ്മാണ് പറഞ്ഞിരുന്നത്. ഇവിടെ തന്നെ ഹോട്ടൽ മംഗല ഇന്റർനാഷണൽ. ഓക്കെ. എന്താണ് ഈ ഇർഫാൻ മാസ്റ്റർക്ക് ഇതിൻ്റെ അകത്താണ്? ഓ, നമ്മുടെ മാസ്റ്റർക്ക് ഈ ബിൽഡിങ്ങിലാണ് കേട്ടോ. ആ, നമ്മൾ തൊട്ടടുത്താണ്. ഇവിടെ അടുത്തെവിടെയാണ് നടന്നു പോകണം ഇവിടെ ഉള്ളതെന്ന് പറയുന്നത്. തന്നെ മാസ്റ്റർ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെല്ലാവരും സെറ്റാണ്. അതാണ് എപ്പോൾ பார்த்தாலும் പഴകെട്ടെടുക്കുന്നത്. ഇത് യൂട്ടേൺ അല്ല, അന്ത ഗ്രൗണ്ട് ബോട്ട് എടുത്തു തന്നെ. റൗണ്ട് ബോട്ടല്ല, റൗണ്ട് ബോട്ടം. രക്ഷയില്ലല്ലോ. ഈ റോഡാണോ? ഈ റോഡ് ഇത് ഈ ലെഫ്റ്റ് പോയിട്ട് പിന്നെ റൈറ്റ്. ഇടത്തേക്കുള്ള ലെഫ്റ്റ് അല്ലേ? എന്റെ മുന്നിൽ നീ എന്നെ കൺഫ്യൂഷൻ ആക്കുക. നമ്മൾ ലൊക്കേഷനിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഒന്ന് അറിയത്തില്ല. നമുക്ക് എറണാകുളത്തുനിന്ന് ബെഡുമായിട്ട് വന്നതാണ് കേട്ടോ. അപ്പം ഈ ബെഡ് ഇറക്കിയിട്ട് വേണം ചേട്ടൻ്റെ കാർ ഇങ്ങോട്ട് കയറ്റിയിടാൻ. അതുകൊണ്ട് ഒരു ബെഡ് ഇറക്കുവാണ്. ഓക്കെ. നമുക്കിതിൻ്റെ ഏറ്റവും മുകളിലത്തെ ടോപ്പിലാണ് കേട്ടോ പ്രാക്ടീസ് നടക്കുന്നത്. നമ്മൾ എല്ലാവരും ഇതിലേക്ക് പോവുകയാണ്. ഇതാണ് ഫ്രണ്ട് അല്ലേ? ഓക്കെ. അനധികൃതമായിട്ട് ഓക്കെ. ലിഫ്റ്റിൽ ക്യൂ ആണ് കേട്ടോ. നമുക്ക് സ്റ്റെപ്പ് കയറി പോയാലോ? വാമപ്പോ 8ാമത്തെ നടന്നു വരാം. അതാ പറഞ്ഞേ. അതെ. അതിൻ്റെ ശബ്ദമാണ് കേട്ടോ. അയ്യോ. ഹൈ.
അപ്പോൾ നമ്മളെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ആക്ടർ മഡോണയൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മളതൊന്നും വീഡിയോ എടുക്കത്തില്ല കേട്ടോ, അതെടുക്കാക്കൂല. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമുക്ക് അതൊന്നും വീഡിയോ എടുക്കാനുള്ള അലോഡ് നമുക്കില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് സ്ക്രീനിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഭംഗി ഒന്ന് കണ്ടോളൂ. നമ്മൾ ഈ കെട്ടിടത്തിൻ്റെ 8ാമത്തെ നിലയുടെ മുകളിലാണ് നമ്മുടെ പ്രാക്ടീസ് നടക്കുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഈ ഏരിയ ഫുള്ള് നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞേട്ടാ. ഇനി നാളെ ഷൂട്ടാണ്. അപ്പോൾ നമ്മളെല്ലാവരും പോവുകയാണ് കേട്ടോ. ആക്ട്രസൊക്കെ പോയി. അപ്പോൾ നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. പുറപ്പെടാം. കഴിഞ്ഞു. പുറപ്പെടാം. റൂമിൽ പോവാം. നല്ല ഫുഡ് കഴിക്കാൻ ഇവിടുത്തെ പരിപാടിയാണ്. അതെ. ലിഫ്റ്റിനായിട്ട് വെയിറ്റിംഗ് ആണ്. അവരെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് പോകണം. ഇത് കഴിഞ്ഞില്ലേ? ഇത് കഴിയൂല. വീട്ടിൽ പോകണം, കഴിക്കണം. പാർക്ക് ചെയ്തിട്ടേക്കണടാ. അപ്പോൾ നമ്മൾ റൂമിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ. എടുത്തിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇനി പോകണം, ഒന്ന് കുളിക്കണം, ഫ്രഷ് ആവണം. ബാക്കി എല്ലാ ടീമുകളും അങ്ങനെ വരുന്നുണ്ട്. മാസ്റ്റർ നടന്നു വരികയാണ്. നമുക്ക് തൊട്ടടുത്തായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നടന്നു വരുന്നത്. കുറച്ച് ദൂരമേ ഉള്ളൂ, ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അപ്പുറത്തോട്ട് ഇറങ്ങാനായിട്ട്. എന്താണ്? ഓ അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളൊരു റൂമിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ചേട്ടൻ കാറിലെത്തിയിരിക്കുകയാണ്. ഓക്കെ, ചെറിയ മഴ ചാറ്റലുണ്ടല്ലേ, ചെറുത്. പട ഗോൻഡ്രേ അവർ ബൈ മാസ്റ്റർ സാജിക്ക അപ്പൊ ഗോൻഡ്രേ എന്തിട്ട് വീണ്ടും സന്ധിക്ക് വരക്കും മണക്കും. അതെ, വീണ്ടും സന്ധിക്ക് വരേക്കും മണക്കമില്ല. ഞാൻ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ടേ മണക്കമുള്ളൂ. അപ്പോൾ നമ്മൾ റൂമിലോട്ട് പോവാം. ഓക്കെ, അടെ ഗോൺറേ എന്തെങ്കിലും പോണേ. എന്തിനാ പുലിക്ക് കാണിച്ചേ? ഇതല്ല ഊപ്പർ. ഓക്കെ, 304 നമ്മളെ ആണ്. ഓക്കെ, പോട്ടെ. ഇൻവെസ്റ്റിഗേഷൻ അതൊക്കെ. അതെ, റൂമിൽ പോയിട്ട് നോക്കണം. എല്ലാം അറിയണം കൊച്ചു പയ്യന്. അവ എന്താ വിറക്കുന്ന കാണിക്കാൻ? ഗുഡ് നൈറ്റ്. അപ്പോ ഫുഡൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങിക്കോ. പായോ എടാ, ചാവി മറ്റേ ഓ എടുത്തു എടാ, ഇതെന്താ എല്ലാത്തിനും ഒരു പൊളിപ്പുണ്ടല്ലോ. ഇടിച്ചു പൊളിച്ചതാണ്. നമ്മളെ 14 അല്ലേടാ?
ഓക്കെ ദിസ് ഈസ് അവർ റൂം. DISO ഡിസ്കോ ഗോദറേജിന്റെ പൂട്ടാ നല്ലതാ. അപ്പൊ സുഹൃത്തുക്കളെ ഇനി ഒന്ന് കിടക്കട്ടെ. നല്ല തണുപ്പായിരുന്നു കേട്ടാ. 8ാം നില മുകളിലായിരുന്നു പരിപാടി. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല. എങ്ങനെയാണ് തണുപ്പ്? ഞാൻ മാത്രം പറയണ്ട. ഓക്കെ, തണുപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഇളം തണുപ്പ്, മരം കോച്ചുന്ന തണുപ്പ്, എല്ല് കോച്ചുന്ന തണുപ്പ്. അതാണ് മരം കോച്ചുന്ന തണുപ്പ്. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. അപ്പൊ എല്ലൊക്കെ കോച്ചി. എന്തൊക്കെ കോച്ചിട്ടുണ്ട്? നിനക്ക് കോച്ചിയ? എനിക്ക് നല്ല രീതിയിൽ ഓക്കെ. ആരുടെ? എന്റെ കൂടെ ആ പുള്ളിയിലില്ല. അവിടെ വരെ താഴെ ഉണ്ട്. മറ്റാളെ വിളിച്ചാൽ മതി. സൗമിച്ചേട്ടനുണ്ട്. അപ്പൊ നമ്മൾ ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഫുഡ് കഴിക്കണം. എപ്പോഴും ഫുഡിന്റെ കാര്യം മാത്രമല്ല, അതെങ്കിലും കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ ഓക്കെ, ഫുഡ് കഴിക്കാം. അത് അപ്പോഴത്തേക്ക് നീ അതിന്റെ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും കൊണ്ടെന്ന് പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ പ്രാക്ടീസ് കഴിഞ്ഞു. ഇനി നാളെ സ്ക്രീനിങ് അല്ല, നാളെ ഷൂട്ട്. നമ്മൾ ബെഡ് ചേട്ടന്മാരല്ലേ അറിയിക്കണം. ബെഡ് കൊണ്ട് ചപ്പാത്തി ഉള്ളിയേ ഉള്ളു. കഴിക്കാൻ പറ്റില്ല. ചിക്കൻ കറിയാണോ? അത് കഞ്ഞി. അപ്പൊ ചിക്കൻ ഇല്ല. എവിടെ? ആ പ്ലേറ്റ് എടുത്ത് ഞാൻ ഉദ്ഘാടനം ചെയ്യാം. ഇത് വിഷമാ. ഇതില് ചീസില്ല. പാവം നമ്മൾ അതിനെ കൊണ്ട് നന്നൂട്ടാ. അതുകൊണ്ട് കഴിക്കും. ആണോ? അതിന് കലക്കി അടിച്ചു. ഷേക്കല്ല. അങ്ങനെ സാഹചര്യം കൊണ്ടിടക്കുന്നുണ്ട്. ക്രിയേഷൻ അല്ല. ഓ, ഫുഡ് കഴിച്ച് വയറ് നല്ലപോലെ വെത്തിട്ടാ. ഇനിയിപ്പം വീഡിയോ എഡിറ്റ് ചെയ്യണം, കുളിക്കണം, കിടന്ന് ഉറങ്ങണം. നാളെ ഷൂട്ടുണ്ട്. രാവിലെ ഇനി എന്തിനാണ് പരിപാടി അറിഞ്ഞൂടെ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ ഇത്രയുള്ളൂ. നാളത്തെ വിശേഷങ്ങളുമായിട്ട് നാളെ വരാം. ഇൻ്റർനെറ്റിൻ്റെ അപാകത കൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ആവാൻ താമസം വരുന്നത് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്നതിന് ശേഷം വീഡിയോസ് പ്രോപ്പറായിട്ട് ഡെയിലി ഇടാൻ ശ്രമിക്കാം. അതുവരെ നാളത്തെ വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ ബൈ.